നിന്റെ മക്കളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിസ്കരിക്കാത്ത ഒരു കൂട്ടുകാരൊപ്പമാണ് നിന്റെ മക്കളുള്ളതെങ്കിൽ ബാങ്ക് കൊടുത്താൽ അവർ അവിടെ അനങ്ങുന്നത് നിനക്ക് കാണാൻ സാധിക്കില്ല. അല്ല, അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ബാങ്ക് കേട്ടാലും പള്ളിയുടെ തൊട്ട് മുന്നിലാണെങ്കിലും ശരി അവിടെ കസേര ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വർത്തമാനങ്ങൾ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലാണ് നിന്റെ മക്കളുള്ളത് എങ്കിൽ അവർ ചിലപ്പോൾ നല്ല നിസ്കാരക്കാരായിരിക്കും. അവർ പതിയെ പതിയെ നിസ്കരിക്കാത്തവരായി മാറും. ആദ്യം അവർ ബാങ്കിന് ഇജാബത്തില്ല, ബാങ്കിന് മുമ്പിൽ ഉത്തരം നൽകുന്നില്ല, മസ്ജിദിലേക്ക് എത്തുന്നില്ല. പിന്നീട് ആ നിസ്കാരം തന്നെ പാഴാവും. കാരണം ഈ തെമ്മാടികളുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇവർ ബാങ്ക് കൊടുത്താൽ അവിടെ അനങ്ങുകയില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ സൊറ പറഞ്ഞ് അവിടെ ഇരിക്കാന്നുള്ളതല്ലാതെ ഇവരോടൊപ്പം കൂടിച്ചേർന്നാൽ ഈ രൂപത്തിലുള്ള വാജിബുകൾ പാഴാക്കുന്ന കൂട്ടത്തിലെത്തും. ഇനി പറയുന്ന ആളുകൾ മദ്യത്തിന്റെയും ലഹരികളുടെയും അടിമകളാണെങ്കിലോ പതിയെ അതിലേക്ക് തന്നെ തെന്നി വീഴുന്നത് സഹോദരങ്ങളെ നമ്മൾ കാണും. എത്രയോ ആളുകളുടെ അനുഭവം അങ്ങനെയാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് ഒരു കൂട്ടുകാരൻ ഉണ്ടാകും. ആദ്യമായി അവനോടൊന്ന് പുകയ്ക്കാൻ പറഞ്ഞവൻ, ആദ്യമായി അവനോടൊരു തുള്ളി രുചിക്കാൻ പറഞ്ഞവൻ, തീർച്ചയായും ഒരു കൂട്ടുകാരനിൽ നിന്നും ഒരു ശൈത്താൻ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഇവന്റെ ഇടപെടൽ കൊണ്ടാണ് ഈ പറഞ്ഞ മോശമായി പോയത്.